ഡെൻസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും തമ്പനയിൽ കണ്ടപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഈ പാത്രം ഒന്ന് വെളുപ്പിച്ചെടുക്കാനായിരുന്നു. സാധാരണ കഴുകുന്നതാണ്, പക്ഷേ എങ്കിൽ പോലും എൻ്റെ അടിയൊന്നും എത്രത്തോളം വൃത്തിയാവുന്നുണ്ടായില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു വീഡിയോ കണ്ടത്. അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല റിസൾട്ടായിരുന്നു. പക്ഷേ അതിൽ ഒരല്പം പാടുപെടലിൻ്റെ ചരിത്രം കൂടിയാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വഴിയാ ഞാൻ പറയാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് നമുക്ക് വെളുപ്പിക്കാനുള്ള പാത്രം. അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാനൊരു സംഭവം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മുടെ പാത്രം. പാത്രത്തിൻ്റെ ഗതി കണ്ടല്ലോ. ഇതാണ് നമ്മൾ വെളുപ്പിച്ചെടുക്കുന്നത്. നമ്മൾ സാധാരണ സോപ്പ് പൊടിയൊക്കെ ഇട്ട് കഴുകുന്നതാണ്, പക്ഷേ എങ്കിലും അധികം വെളുക്കുന്നുണ്ടായില്ല. അപ്പോഴാണ് സോഡാപ്പൊടി അല്ലെങ്കിൽ അപ്പക്കാരം 100 ഗ്രാമിന് 15 രൂപയ്ക്കേ ആവുള്ളൂ. അത് സ്പൂൺ കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തത്. അതിനുശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ എവിടേക്കാണോ ഈ കളർ പോകാനുള്ളത് അല്ലെങ്കിൽ ഈ കറ പിടിച്ചിരിക്കുന്നത് അവിടെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഒരു നാരങ്ങയുടെ നീര് നന്നായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ അതിലേക്ക് പിഴിഞ്ഞിടുകയാണ്. അപ്പോൾ ഈ സോഡാപ്പൊടിയും നാരങ്ങ നീരും കൂടി പ്രവർത്തിച്ചിട്ടുണ്ട് ഇതിൻ്റെ കറ പെട്ടെന്ന് മാറിക്കിട്ടുക. പെട്ടെന്നാണോ എന്നുള്ളത് നമുക്ക് വഴിയോ പറയാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും സോഡാപ്പൊടി ഉള്ള സ്ഥലത്ത് മുഴുവൻ നാരങ്ങ നീരും കൂടി ഇട്ട് കൊടുത്താലാണ് അത് പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ നാരങ്ങ നീര് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാലൻസുള്ള സൈഡിലൊക്കെ ഒന്ന് ഈ നാരങ്ങയുടെ തൊലി ഉപയോഗിച്ച് തന്നെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡിലും ആ നാരങ്ങ നീരും അതേപോലെ തന്നെ സോഡാപ്പൊടിയൊക്കെ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴാണ് ഈ നാരങ്ങ നീരും അതേപോലെ തന്നെ സോഡാപ്പൊടിയും കൂടി പ്രവർത്തിച്ചിട്ട് നമ്മുടെ പാത്രം നല്ല തിളയ്ക്കുള്ളൂ. തിളയ്ക്കോ എന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയെ കാണാം കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വെളുപ്പിച്ച് നോക്കാം. ഒരല്പം കളർ വന്നെന്ന് തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നാരങ്ങയുടെ തൊലി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു. ഇതൊക്കെ കണ്ടില്ലേ ഇതുപോലെ. അപ്പോൾ നാരങ്ങയുടെ തൊലി ഉപയോഗിച്ചപ്പോഴേക്കും ഒരല്പം വെളുത്ത് വന്നിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് അലൂമിനിയത്തിൻ്റെ സ്ക്രബ്ബർ ഉണ്ടാവും ഒരു വീട്ടിൽ. അലൂമിനിയത്തിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ചതാ ആ വട്ടത്തിൽ മാത്രം ഒന്ന് നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്നൊന്നും കളർ വരത്തില്ല, ഒരല്പം ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ കണ്ടില്ലേ, നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് തന്നെ കൊടുക്കണേ. അപ്പോൾ അലൂമിനിയം സ്ക്രബ്ബർ ഉപയോഗിച്ച് നമ്മൾ ആ വട്ടത്തിലൊന്ന് സ്ക്രബ് ചെയ്തപ്പോഴേക്കും നന്നായിട്ടൊന്ന് വെളുത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അപ്പുറ വശമില്ലേ, ആ റെഡ് സൈഡ് നമ്മൾ അലൂമിനിയം സ്ക്രബ്ബർ ഉപയോഗിച്ചല്ല, അലൂമിനിയം സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ കളറും കൊണ്ട് പോവും. അതിനാൽ തന്നെ നമ്മൾ സ്പോഞ്ചിൻ്റെ നമ്മളുടെ വീട്ടിൽ ഉണ്ടാകുന്ന സ്ക്രബ്ബറില്ലേ, അത് വെച്ചാണ് നമ്മൾ ഈ റെഡ് സൈഡ് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ. ആദ്യം സോപ്പൊന്നും ഇല്ലാതെ തന്നെയാണ് ഇതെല്ലാം സ്ക്രബ് ചെയ്തത്. പക്ഷെ അധികം വെളുക്കുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇത്തിരി സോപ്പ് പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അല്പം വെള്ളവും സോപ്പ് പൊടിയൊക്കെ ഉപയോഗിച്ച് ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുത്തു. അങ്ങനെ സ്ക്രബ് ചെയ്ത് വന്നപ്പോഴേക്കും നമ്മൾ ഉദ്ദേശിച്ച കളറിലേക്ക് ആയിട്ടോ. എന്നാലും ഇത്തിരി പെടാപ്പാട് പെട്ടു എന്ന് പറയുന്നതായിരിക്കും ശരി. അവസാനം ഞാൻ ഇത്തിരി സോപ്പ് പൊടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ അവസാനത്തെ സ്ഥിതി ഈ കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാം കേട്ടോ. ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. ഒരല്പം പെടാപ്പാട് പെട്ടാലും നമ്മുടെ പാത്രം വെളുത്ത് കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദിവസവും 2 മണിക്ക് നമ്മളുടെ വീഡിയോ ഡെൻസ് വേൾഡിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കാണാത്തവരെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.